ഹലോ ഗൈസ്, ഇതെല്ലാം കെട്ടിപ്പെറുക്കി ഞാൻ ഈ വിക്ടറിങ് കാണിച്ചിരിക്കുന്നത്. നാളെ എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവുകയാണ്, മലപ്പുറം കുറ്റിപ്പുറത്തേക്ക്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കൊച്ചു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെയാണ് കാണുന്നത്. അത്യാവശ്യം ഇത് ഈ ബ്ലാക്ക് ടോപ്പ് ഞാൻ കഴിഞ്ഞ ദിവസം വിശാൽ മാർട്ട് എന്ന് പറഞ്ഞൊരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. ശരിക്കും അതിന് 199 കേട്ടോ. പിന്നെ ജീൻസ് പിന്നെ ഓൾറെഡി ഞാൻ മറ്റേ നമ്മുടെ കാർഗോ പോലത്തെ ജീൻസാണ്, അത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് എടുത്താണ്. 999. ഉള്ളിലിട്ടിരിക്കുന്ന ഇന്നർ എന്ന് പറയുന്നത് ശരിക്കും ഇന്നർ നല്ല ഒരു ബനിയനാണ്. അത് ഫുൾ കൈയുള്ള ഫുൾ സ്ലീവ് ആയിട്ടുള്ള ബനിയനാണ്. അത്ര വിലയൊന്നുമില്ല. ബട്ട് ഞാനിതിപ്പോൾ ഈ ഇങ്ങനെയുള്ള ലോങ് യാത്രയ്ക്ക് ഉള്ളിലിടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വീട്ടിലേക്ക് പോകുന്നത്, കുറ്റിപ്പുറത്തേക്ക് പോകുന്നത് ലോ ഫ്ലോറിനാണ് പോകുന്നത്. അവർ പുറത്ത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും ഒടുക്കത്തെ തണുപ്പായിരിക്കും ആ വണ്ടിയുടെ ഉള്ളിൽ. അത് അവരൊരു നിശ്ചിത ഒരു കൂളിങ് അവർ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താണ് പോകുന്നത്. അപ്പോൾ നമ്മളതിനകത്ത് നിന്ന് വിറച്ച് ഒരുമാതിരി മനകെട്ട രൂപത്തിലാവും. എൻ്റെ കാല് വരെ കോച്ചി പിടിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ ഇരിക്കും. അപ്പോൾ ഞങ്ങൾ 5:45 വണ്ടിയാണ് ബുക്ക് ചെയ്തത്. ഞങ്ങൾ ഇറങ്ങി, ഞാനും എൻ്റെ മോനും. അവൻ ഉറക്കത്തിൽ നിന്ന് തന്നെ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ച് മുഖമൊക്കെ കഴുകി അവനെ ഇറക്കി. അവൻ ടാറ്റ പോലും പറയാനുള്ളൊരു ഇതില്ല ആൾക്ക്. ചിരിച്ചൊക്കെ കാണിച്ചു. പിന്നെ ഞങ്ങൾ വണ്ടിയിൽ കയറി. 5:45 വണ്ടിയാണെങ്കിൽ 6:15 6:20 ആകുമ്പോഴേ ഞങ്ങളുടെ അവിടെ എത്തുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതാ ഇറങ്ങണം. ചെറിയൊരു ജലദോഷമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ. നല്ല തണുപ്പായിരുന്നു ബസ്സിൻ്റെ ഉള്ളിൽ, ഒടുക്കത്തെ തണുപ്പ്. അങ്ങനെ നല്ല ഉറക്കമൊക്കെ ഇരുന്ന് കേട്ടോ. ഞങ്ങൾ വൈറ്റിലെ ഇറങ്ങി ബിസ്ക്കറ്റൊക്കെ വാങ്ങിച്ചായിരുന്നു. ആ ബിസ്ക്കറ്റ് വൈറ്റിലെ ഇറങ്ങിയെന്ന് ഞാൻ എടുത്തില്ല. പിന്നെ ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കഴിച്ച് അവൻ നല്ല ഉറക്കം. തൃശ്ശൂർ വരെ ആരെയും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല പോലെ കിടന്നുറങ്ങി. കാരണം സീറ്റ് ഒത്തിരി കാലിയായിരുന്നു, ആളുകൾ കുറവായിരുന്നു. ഞാനൊക്കെ ഉറക്കം തുടങ്ങി പണ്ടാറടങ്ങിയിരിക്കുകയാണത്. പിന്നെ എനിക്കൊന്നും അധികം അങ്ങോട്ട് ഒരു ബ്ലോക്കൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് പോയി. നമ്മൾ ടോഡ്ലേഴ്സുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ പല കാര്യങ്ങളും കയ്യിൽ കിടത്തണം. ബിസ്ക്കറ്റ്, ആപ്പിള്. അപ്പോൾ ഇപ്പോൾ ആപ്പിളാണ് നമ്മൾ തിന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ഫ്രൂട്ട്സാട്ടോ കൺസിഡർ ചെയ്യണത്. കാരണം ഫ്രൂട്ട്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ. ഞാൻ ഓറഞ്ച് ഒന്നും കൺസിഡർ ചെയ്യില്ല. കാരണം എന്ന് വെച്ചാൽ ഓറഞ്ചൊക്കെ പിള്ളേർക്ക് അപ്പിടാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാക്കും. പിന്നെ നമ്മുടെ എടപ്പാൾ, തിരൂർ അങ്ങനെയൊക്കെ കയറി കഴിഞ്ഞപ്പോൾ മലപ്പുറം ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടേക്ക് ഈ തൃശ്ശൂർ കഴിഞ്ഞാൽ മൊത്തം ഇങ്ങനെയുള്ള പാടങ്ങളാണ്. നല്ല രസമാണ് ഇതൊക്കെ കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ എപ്പോൾ പോയാലും ഞാനിങ്ങനെ വീഡിയോസ് എടുക്കും. കാരണം ഈ പാടങ്ങളൊക്കെ പച്ചപ്പ് പറഞ്ഞു എന്ത് രസമാണ്. ഒന്നും മഴയും കൂടെ ആയതുകൊണ്ട് വെള്ളം ഇങ്ങനെ കെട്ടി കിടന്നിട്ട് പക്ഷേ പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറ്റിപ്പുറം ഇറങ്ങി. ഹസ്ബൻഡ് ഓട്ടോ ആയിട്ട് വന്നു. എന്നിട്ട് കാരണം മഴ ചെയ്തുകൊണ്ട് പുള്ളി ബൈക്ക് എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സൈഡുകളിലൊക്കെ ഉള്ളൊരു ഇതൊക്കെയാണ്. എനിക്ക് നല്ല ജലദോഷമുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേ എനിക്ക് ജലദോഷം വന്നു തുടങ്ങി. ഞാൻ ആ ബസ്സിൽ കയറുന്നവർ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതാണ്ട് ഹസ്ബൻഡും കുട്ടി കയറുന്നവർ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ ജലദോഷം തുടങ്ങി. പിന്നെ ഭാരതപ്പുഴ നമ്മൾ ഒരു നിത്യയൗവനമായിരിക്കുന്നു. വെള്ളമൊക്കെ നിറഞ്ഞറിഞ്ഞ് വരുന്നുണ്ട്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ വീടെത്തി എന്നുള്ളൊരു മൈൻഡായി. പിന്നെ അങ്ങനെ അതുവഴി പിന്നെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലുള്ളൊരു പാടാട്ടോ. ഇതൊരു പ്രത്യേകത ഒരു വൈബാണിത്. എനിക്കറിയാൻ പാടില്ല എന്താണ് ഇങ്ങനെ വൈബ്. ഭയങ്കര വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അങ്ങനെ ഞങ്ങൾ എത്താറായി. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലെത്തി. ഞാനൊരു കൂളി പാസ്സാക്കി. ഇപ്പോൾ ഒരു മനസ്സമാധാനമായി.